നമസ്കാരം. എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടെ വെട്ടം വന്നുകൊണ്ടിരിക്കുന്നതിനോട് എന്നോട് ക്ഷമിക്കുക. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, പക്ഷെ നമ്മളിവിടെ നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നിർത്തുന്ന സ്ഥലത്ത് വളരെയധികം പ്രശ്നമുണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു സാധനമാണ് ഈ വെട്ടം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആ ഒരു സംഭവത്തെ ഒന്ന് അവഗണിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് കിടക്കാം. ഈ ഒരു ഓണത്തിന് ഇപ്പോൾ ARM വലിയ ഹിറ്റായിട്ട് മാറിയിരിക്കുന്നു, കിഷ്കിന്ധാകാന്ഡം വലിയ ഹിറ്റായിട്ട് മാറിയിരിക്കുന്നു. മറ്റ് പല സിനിമകൾക്കും ഇപ്പോൾ കൊണ്ടൽ എന്ന് പറയുന്ന സിനിമ ഒരു സ്റ്റഡി കളക്ഷനുമായിട്ട് മുന്നേറുന്നുണ്ട്. അത് എത്രത്തോളം പോകുമെന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടതാണ്. എന്നിരുന്നാൽ പോലും കേരളത്തിൽ വലിയ ഒരു തരക്കേടില്ലാത്തൊരു വിജയമായിട്ട് ആ സിനിമ മാറുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. എന്നാൽ ഗൾഫ് മേഖലകളിൽ നിന്ന് ആ സിനിമയെക്കുറിച്ച് അത്ര വലിയ കാര്യമായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നില്ല. അതുപോലെ തന്നെ ബാഡ് ബോയ്സ് എന്ന് പറയുന്ന സിനിമ കേരളത്തിൽ അഭിപ്രായം നേടുന്നുണ്ട് എന്നുണ്ടെങ്കിലും കാര്യമായിട്ടുള്ള കളക്ഷനിലേക്ക് സിനിമ എത്തുന്നില്ല. അടുത്ത ആഴ്ചയോ മറ്റോ ആണ് ചിത്രം ഗൾഫിൽ റിലീസ് ചെയ്യുന്നതെന്ന് നമ്മുടെ ചാനലിൽ വന്ന കമന്റുകളിലൂടെ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ കേരളത്തിൽ വലിയ തരംഗമാവാതെ പോയ ഒരു ചിത്രം ഒരാഴ്ചയ്ക്ക് ശേഷം ഗൾഫിൽ റിലീസ് ചെയ്യുമ്പോൾ റിലീസ് ചെയ്ത രണ്ട് സിനിമകൾക്ക് വലിയ പേര് നേടിയെടുക്കുമ്പോൾ ആ ചിത്രം എങ്ങനെയായിരിക്കും ഗൾഫിൽ പെർഫോം ചെയ്യുക എന്നുള്ളതും അറിയത്തില്ല. അതൊക്കെ കണ്ടു തന്നെ അറിയേണ്ടതാണ്. പക്ഷെ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഈ എല്ലാ ചിത്രങ്ങളെ കുറിച്ചുമല്ല, അജയന്റെ രണ്ടാം മോഷണം എന്ന് പറയുന്ന ഒരു സിനിമയെ കുറിച്ചാണ്. കിഷ്കിന്ധാകാന്ഡം എന്ന് പറയുന്ന ഒരു സിനിമ സ്ക്രിപ്റ്റ് കൊണ്ട് വളരെയധികം പേര് നേടിയ ആ ഒരു സിനിമ, പെർഫോമൻസ് കൊണ്ട് വിജയരാഘവന്റെ ഉൾപ്പെടെയുള്ളവരുടെ പെർഫോമൻസ് കൊണ്ട് ഗംഭീരമായിട്ടുള്ള പേര് നേടിയ സിനിമ ഓരോ ദിവസം കഴിയുന്നതോറും മികച്ച രീതിയിലുള്ള കളക്ഷനുമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ആസിഫ് അലിയുടെ കരിയറിലെ ഏറ്റവും വലിയ ഒരു ഹിറ്റായിട്ട് ഈ ഒരു സിനിമ മാറുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. 2018 നായകൻ ആസിഫ് അലി അല്ല എന്നുള്ളൊരു കാര്യം ഇവിടെ ചേർക്കുന്നു. അതൊരു എക്സ്ട്രാ ഒരു ബ്രാക്കറ്റിലൂടെ കൊടുത്തരാം. കാരണം എന്താ വെച്ചാൽ ഇനിയിപ്പോൾ അതിന്റെ പേരിൽ കുറേ ചവർ കമന്റുകൾ വരും. അത് അറിഞ്ഞു പറഞ്ഞ അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അവിടെ നിൽക്കുന്നു. അദ്ദേഹത്തിന്റെ സ്വതന്ത്ര ഹിറ്റ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു വിജയ് സൂപ്പറും പൗർണമി ആയിരിക്കുമെന്ന് തോന്നുന്നു. 25 കോടി രൂപയോളമാണ് ആ സിനിമ കളക്ഷൻ നേടിയത്. തീർച്ചയായിട്ടും അതിനേക്കാൾ വലിയൊരു ഹിറ്റായിട്ട് ഈ സിനിമ മാറുമെന്നുള്ള ഏകദേശം ഉറപ്പായിട്ടുണ്ട്. ആസിഫ് അലിയുടെ കരിയറിലെ ആദ്യത്തെ 50 കോടി ക്ലബ്ബ് എന്ന് പറയുന്നത് ഈ ഒരു ചിത്രമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരിക്കൽ കൂടി പറയുന്നു, 2018 മറന്നുകളാം. അപ്പോൾ ഇത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ പറഞ്ഞ് നമ്മൾ ഈ കമന്റുകൾക്ക് മറുപടി കൊടുത്ത് മടുത്ത്, എന്നാലും പിന്നെയും വന്നിട്ട് ഈ സാധനം കമന്റ് ചെയ്യും. എന്താണ് കാരണം എന്നുള്ളത് അത്യാവശ്യം കോമൺ സെൻസ് ഉള്ളവർക്ക് അറിയാൻ സാധിക്കും. 2018 എന്ന് പറയുന്ന സിനിമ ആരുടെയാണെന്നും അല്ലെങ്കിൽ ആരാണ് അതിനകത്ത് ഹീറോ എന്നും വേണ്ട മൾട്ടി സ്റ്റാർ ആണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ പോലും സ്വതന്ത്ര ഹിറ്റ് എന്ന് എടുത്തു പറയുമ്പോൾ പിന്നെ അതിന്റെ കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഓക്കെ, അപ്പൊ അത് അവിടെ നിൽക്കുന്നു. അല്ലെങ്കിൽ അത്രയും വലിയ വെല്ലുവിളി നിൽക്കുന്ന സമയത്തും ARM എന്ന് പറയുന്ന സിനിമ, അജയന്റെ രണ്ടാം മോഷണം എന്ന് പറയുന്ന സിനിമ ആദ്യത്തെ വർക്കിംഗ് ഡേ ആയിട്ടുള്ള തിങ്കളാഴ്ച, പൂർണ്ണമായിട്ടും വർക്കിംഗ് ഡേ എന്ന് പറയാൻ സാധിക്കത്തില്ല, പല ഓഫീസുകളും അവധിയായിരുന്നിരിക്കും. പക്ഷേ ആദ്യത്തെ വർക്കിംഗ് ഡേ ആണ്. ഓൾമോസ്റ്റ് ഒരു 70% ഓഫീസുകളും ഇന്നലെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഈ ഗവൺമെന്റ് സ്ഥാപനങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല, നബിദിനമൊക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ അവധിയായിരുന്നിരിക്കാം. പക്ഷെ എന്നിരുന്നാൽ പോലും അതൊരു വർക്കിംഗ് ഡേ ആയിരുന്നു. പല സ്ഥാപനങ്ങളും തുറന്നിട്ടുണ്ടായിരുന്നു. എങ്ങനെയൊക്കെ ഒരു 50% വർക്കിംഗ് ഡേ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇപ്പോൾ ഓണം പോലെയുള്ള ഒരു അവധി അല്ലെങ്കിൽ നബിദിനം പോലെയുള്ള ഒരു അവധി എന്നതിനേക്കാൾ അപ്പുറമായിട്ട് 2 അവധികൾ അടുപ്പിച്ച് വന്നതുകൊണ്ട് തന്നെ നബിദിനത്തിന് പല സ്ഥാപനങ്ങളും തുറന്ന് പ്രവർത്തിക്കുന്നതായിട്ട് കാണാൻ സാധിച്ചിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ ഒരു പൂർണ്ണമായിട്ടുള്ള അവധി എന്ന് പറയാൻ സാധിക്കത്തില്ല. ആ ഒരു ദിവസം ഈ ഒരു ചിത്രം കേരള ബോക്സ് ഓഫീസിൽ 5 കോടി നേടിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. അവിടെ ആലോചിക്കേണ്ടത് പൂർണ്ണമായിട്ടുള്ള അവധിയായിട്ടുള്ള ഞായറാഴ്ച അല്ലെങ്കിൽ ഓണം ദിവസം ഈ സിനിമയ്ക്ക് നേടിയെടുക്കാൻ, കേരള ബോക്സ് ഓഫീസിൽ നേടിയെടുക്കാൻ സാധിച്ചത് 4,60,00,000 രൂപയാണ്. അതിനേക്കാൾ 40 ലക്ഷം രൂപയോളം കൂടുതലാണ് തിങ്കളാഴ്ച സിനിമ നേടിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇന്ന് പൂർണ്ണമായിട്ടും ഓപ്പൺ ആയിരിക്കും എല്ലാ സ്ഥാപനങ്ങളെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഇടിവ് ഈ സിനിമയ്ക്ക് ഉണ്ടാകുമെന്നുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു ഒരു 3 കോടിക്ക് താഴേലേക്ക് ഈ സിനിമയുടെ കളക്ഷൻ പോകാനുള്ള സാധ്യതയില്ല. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇന്നലെ സിനിമയുടെ കളക്ഷൻ ഈ പറഞ്ഞ മാതിരി തീർച്ചയായിട്ടും ഞായറാഴ്ചത്തേക്കാൾ താഴേക്ക് വന്നേനെ. ഇത് ഞായറാഴ്ചത്തേക്കാൾ മുകളിലേക്ക് വന്നു എന്ന് പറയുമ്പോൾ ഈ ഒരു സിനിമ പോകുന്നത് 100 കോടി ക്ലബിലേക്ക് തന്നെ ആയിരിക്കും എന്നുള്ളൊരു കാര്യം ഉറപ്പിച്ച് വിശ്വസിക്കുന്നു. വീണ്ടും 100 കോടി എന്ന് കേൾക്കുമ്പോൾ പലരുടെയും കമന്റുകൾ വന്നേക്കാം. അത് ഞാൻ ആസ്വദിക്കുന്ന ഒരു കമന്റാണ്. കാരണം എല്ലാ സിനിമകളും 100 കോടി നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. എല്ലാ സിനിമകളും വിജയിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. മാത്രവുമല്ല, ഇപ്പോൾ ടൊവിനോ തോമസ് എന്ന് പറയുന്ന താരത്തെ പറ്റി പറയുമ്പോൾ അദ്ദേഹത്തിന് സ്വതന്ത്രമായിട്ട് ഒരു 100 കോടി ചിത്രം അത്യാവശ്യമായിട്ട് നിൽക്കുന്നൊരു താരമാണ്. അത്യാവശ്യമെന്ന് പറയാനില്ല എന്ന്
എന്നുണ്ടെങ്കിലും ആവശ്യമായിട്ട് നിൽക്കുന്ന ഒരു താരമാണ്. കാരണം അദ്ദേഹം ഓരോ സിനിമ കഴിയുന്തോറും ഓരോ സ്റ്റെപ്പ് അദ്ദേഹത്തിന്റെ ഫാൻ ബേസ് ആയിട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് വെച്ചിട്ട് അദ്ദേഹത്തിന് ഒരു ഭാവി സൂപ്പർ സ്റ്റാർ എന്നൊക്കെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന റേഞ്ചിലേക്ക് തന്നെ വരുന്ന ഒരു നടനാണ്. അപ്പൊ അത് വെച്ചിട്ട് അദ്ദേഹത്തിന് ഒരു 100 കോടി ചിത്രം അനിവാര്യമായിട്ടുള്ള ഒരു ഘട്ടമാണ്. അപ്പോൾ അത് ഈ ഒരു സിനിമയിലൂടെ നേടിയെടുക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, അദ്ദേഹത്തിന്റെ മിന്നൽ മുരളി എന്ന് പറയുന്ന ചിത്രം അത് OTT-യിൽ റിലീസ് ചെയ്തിരുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ആദ്യത്തെ 100 കോടി ചിത്രം, ടൊവിനോ തോമസിന്റെ ആദ്യത്തെ 100 കോടി ചിത്രം എന്ന് പറയുന്നത് മിന്നൽ മുരളി ആയേനെ. പക്ഷെ മിന്നൽ മുരളി ഒരു കണക്കിന് OTT-യിൽ റിലീസ് ചെയ്ത് നന്നായി. കാരണം ഇന്ത്യ മൊത്തം അദ്ദേഹത്തെ അറിയപ്പെടാനുള്ള ഒരു കാരണമായിട്ട് മിന്നൽ മുരളി മാറാൻ കാരണം OTT റിലീസ് ആയതുകൊണ്ടാണ്. അത് കൊറോണ ടൈമിൽ റിലീസ് ചെയ്തതുകൊണ്ട് തന്നെ എല്ലാവരും വളരെയധികം നല്ല ഒരു ചിത്രത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു സമയത്ത് അങ്ങനെ ഒരു സിനിമ വരികയും ആ സിനിമ ഇന്ത്യ മൊത്തം വലിയ ചർച്ചയാകപ്പെടുകയും ചെയ്തതാണ്. നിങ്ങൾ ഡിഷ് ടിവിയുടെയോ മറ്റോ പരസ്യം നിങ്ങൾ ഈ അടുത്തിടയ്ക്ക് കണ്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. ഈ അടുത്തിടയ്ക്ക് കണ്ടപ്പോൾ അതിനകത്ത് ഇതായിട്ട് ഇന്ത്യയിലെ പല പ്രശസ്ത സിനിമകളുടെയും ഓരോ കഥാപാത്രങ്ങൾ അതിന്റെ ഇടയിൽ വന്നു പോകുന്നതായിട്ട് കാണാൻ സാധിച്ചു. ഡിഷ് ടിവിയുടെ ആണോ എയർടെൽ ഡിഷിന്റെ ആണോ എന്തിന്റെ ഒരു പരസ്യത്തിൽ കാണിച്ചപ്പോൾ മലയാളത്തിന്റെ മിന്നൽ മുരളി അതിന്റെ ഏറ്റവും ഫ്രണ്ടിൽ തന്നെ നിൽക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. അതിന്റെ കാരണം എന്ന് പറയുന്നത് ഇന്ത്യയിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു ചിത്രമാണ് അത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ ആ മിന്നൽ മുരളി OTT റിലീസ് ആയതോടുകൂടി ഒരു ഷുവർ ബെറ്റ് ആയിട്ടുള്ള ഒരു 100 കോടി രൂപ അന്ന് ടൊവിനോ തോമസിന് നഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ അത് ഇപ്പോൾ ഈ ഒരു ചിത്രത്തിലൂടെ വീണ്ടും നേടിയെടുക്കാനുള്ള ഒരു സുവർണ അവസരമാണ് വന്നിരിക്കുന്നത്. അത് കേരളത്തിന് പുറത്ത് 2 സംസ്ഥാനങ്ങളിൽ ചിത്രം പയ്യെ കയറി വരുന്നു എന്നുള്ളത് ഇവിടെ ആശ്വാസകരമായിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. കാരണം ഇപ്പോൾ മോഹൻലാൽ മമ്മൂട്ടി ചിത്രങ്ങൾ അല്ലെങ്കിൽ ദുൽഖർ സൽമാൻ ചിത്രം അല്ലെങ്കിൽ പൃഥ്വിരാജ് ചിത്രം എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ആ പല സ്റ്റേറ്റുകളിൽ ഇപ്പോൾ തെലുങ്ക്, ആന്ധ്ര അല്ലെങ്കിൽ അതുപോലെ തന്നെ തമിഴ്നാട് പോലുള്ള സ്റ്റേറ്റുകളിലൊക്കെ അവരെ അറിയുന്ന കുറെ ആളുകളുണ്ട്. ഇപ്പോൾ ഇവരെല്ലാവരും തന്നെ അവിടുത്തെ സിനിമകളിലും അഭിനയിക്കുന്ന താരങ്ങളാണ്. പക്ഷെ മലയാളത്തിൽ മാത്രം അഭിനയിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു പക്ക മലയാളി താരമായിട്ട് നിൽക്കുന്ന ടൊവിനോ തോമസിന്റെ ഒരു ചിത്രത്തിന് തെലുങ്കിലും അതുപോലെ തന്നെ തമിഴിലും അത്യാവശ്യം തരക്കേടില്ലാത്ത രീതിയിൽ കളക്ഷൻ മുന്നോട്ട് പോകുന്നു എന്ന് പറയുന്ന ഒരു വലിയ ആശ്വാസകരമായിട്ടുള്ളൊരു കാര്യമാണ്. പ്രത്യേകിച്ച് തെലുങ്കിൽ 20 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് ഓരോ ദിവസത്തെയും കളക്ഷൻ വന്നുകൊണ്ടിരിക്കുന്നത്. അത് സൂചിപ്പിക്കുന്നത് ഈ സിനിമയ്ക്ക് തെലുങ്കിൽ അത്യാവശ്യം സ്വീകാര്യത കിട്ടി എന്നുള്ളതാണ്. തെലുങ്കിൽ എന്ന് പറയുമ്പോൾ അവിടെ മലയാളം വേർഷന് കിട്ടിയ കണക്കല്ല പറയുന്നത്, തെലുങ്ക് ഡബ് ചെയ്ത കളക്ഷന് കിട്ടിയ കണക്കാണ് ഞാൻ ഈ പറയുന്നത്. ഓരോ ദിവസവും 20 ലക്ഷം രൂപയ്ക്ക് മുകളിൽ തന്നെ കളക്ഷൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു വെള്ളിയാഴ്ച മാത്രമാണ് 17 ലക്ഷത്തിലോ 15 ലക്ഷത്തിലോ മറ്റോ അവസാനിച്ചത്. ഫസ്റ്റ് ഡേ 22 ലക്ഷം രൂപയായിരുന്നു. പിന്നീട് വന്ന ഓരോ ദിവസവും വെള്ളി ഒഴിച്ചിട്ടുള്ള ബാക്കി എല്ലാ ദിവസവും 20 ലക്ഷം രൂപയ്ക്ക് മുകളിൽ തന്നെ ആ ഒരു കണക്ക് നിർത്താൻ സാധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ വലിയൊരു പ്ലസ് പോയിന്റ് ആണ് അത്. ടൊവിനോ തോമസിന്റെ ഒരു ചിത്രം, ഇതുപോലുള്ള ഒരു ചിത്രം അവിടെ റിലീസ് ചെയ്ത് അത്രയധികം ആൾക്കാരെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആലോചിക്കുക. വരും കാലങ്ങളിൽ ഇതുപോലെയുള്ള സിനിമകൾക്ക്, എല്ലാ സിനിമകൾക്കൊന്നും ഞാൻ പറയുന്നില്ല, ഇതുപോലെയുള്ള ടൊവിനോ തോമസിന്റെ സിനിമകൾക്ക് അവിടെ ഇനിയും ഒരു ഫാൻ ബേസ് ക്രിയേറ്റ് ചെയ്ത് വന്നേക്കാം. 90കളിൽ സുരേഷ് ഗോപിക്ക് എന്തായിരുന്നു അവിടെ ഒരു സ്ഥാനം, ആ ഒരു സ്ഥാനത്തേക്ക് ഇന്ന് മലയാളത്തിൽ നിന്ന് ഒരു താരവുമില്ല. ഇപ്പൊ ദുൽഖർ സൽമാന്റെ പേര് പറയുന്നവരോട്, ദുൽഖർ സൽമാന്റെ മലയാളം ചിത്രങ്ങളല്ല അവിടെ ഹിറ്റാവുന്നത്, അദ്ദേഹത്തിന്റെ തെലുങ്ക് ചിത്രങ്ങൾ തന്നെയാണ്. അപ്പോൾ ആ ഒരു മലയാളം സിനിമ ഡബ് ചെയ്ത് അവിടെ കൊണ്ടുപോയി ഹിറ്റാക്കുക എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിന് മലയാള സിനിമയിൽ ഒരു പക്ഷെ ഇനി വരും കാലങ്ങളിൽ ടൊവിനോ തോമസിലൂടെ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ഓരോരുത്തരുടെയും കമന്റുകൾ പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.